ഈ കോട്ടയം മലരിക്കൽ എന്നുള്ളത് പ്രകൃതി സ്നേഹികളുടെ വളരെ പ്രിയപ്പെട്ട ഒരിടമായി ഒപ്പം ഒരു സെൽഫി പോയിന്റ് ആയി വന്ന പശ്ചാത്തലമുണ്ട്. മലരിക്കൽ എല്ലാ വർഷവും വാർത്തകൾ നിറയാറുണ്ട്. ഇത്തവണയും അതിന് മാറ്റമില്ല. മലരിക്കലിൽ വീണ്ടും ആമ്പൽ പൂക്കാലം എത്തിയിരിക്കുകയാണ്. മലരിക്കൽ തിരുവായ്ക്കരി പാടശേഖരത്താണ് ആമ്പൽ പൂക്കൾ നിറഞ്ഞു പൂത്തത്. നിറഞ്ഞ പാടത്തെ വസന്തം കാണാൻ കാഴ്ചക്കാരും എത്തിത്തുടങ്ങി. പ്രകൃതി പൂത്തുലഞ്ഞു. മലരിക്കൽ തിരുവായ്ക്കരി പാടശേഖരത്തിലെ 850 ഏക്കർ ഇനി സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം. നെൽകൃഷി കഴിഞ്ഞ് വെള്ളപ്പൊക്കവും മാറിയതോടെ പാടശേഖരത്തിലെ 90% ഇടങ്ങളിലും ആമ്പൽ ചെടികൾ പൂവിട്ടു. നേരിയ തോതിൽ സഞ്ചാരികളും വരാൻ തുടങ്ങി. മുഴുവൻ സഞ്ചാരികളെയും സ്വാഗതം ചെയ്യാൻ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും ഒരുങ്ങിക്കഴിഞ്ഞു. മലരിക്കൽ ഒരുങ്ങി വരുന്നു. മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ വിപുലമായ രീതിയിൽ നമ്മൾ ഇവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നതാണ്. നമുക്ക് ബഹുമാനപ്പെട്ട കോട്ടയത്തിൻ്റെ മന്ത്രി വാസവൻ ചേട്ടൻ നമുക്ക് 5 കോടി രൂപ നബാർഡിൽ ഉൾപ്പെടുത്തി തന്നു. നമ്മുടെ റോഡ് നവീകരിച്ചിരിക്കുകയാണ്. 12 മീറ്റർ വീതിയിൽ റോഡ് 2 സൈഡിലും നല്ല പാർക്കിംഗ് സൗകര്യത്തോടെ നമുക്ക് റോഡും സജ്ജീകരിച്ചിട്ടുണ്ട്. വരുന്ന വാഹനങ്ങൾക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. പാടശേഖരമായതുകൊണ്ട് തന്നെ സുരക്ഷിതമായ സഞ്ചാരമാണ് ഇവിടുത്തെ വള്ളക്കാർ ഉറപ്പു നൽകുന്നത്. പരമാവധി അരയ്ക്കൊപ്പം മാത്രമാണ് വെള്ളം. ഫോട്ടോഷൂട്ടിനും കാഴ്ച കാണാനുമെല്ലാം സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെക്കുറിച്ചും ഈ പാടശേഖരത്തെക്കുറിച്ചും എല്ലാം വിവരിച്ച് ഞങ്ങൾ ഈ പൂവിനെ കുറിച്ചെല്ലാം വിവരിച്ച് അവർക്ക് കൊടുക്കുന്നതാണ്. ഏറ്റവും സന്തോഷകരമായ രീതിയിലാണ് ആൾക്കാർ പോണവർ തന്നെയാണ് എല്ലാ വർഷവും ഈ വരുന്നത്. പുതിയ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് അവർ വരികയും ചെയ്യുന്നുണ്ട്. മന്ത്രി VN വാസവൻ മുൻകൈയെടുത്ത് മലരിക്കൽ റോഡ് 5 കോടി രൂപ ചെലവിൽ നവീകരിച്ചത് സഞ്ചാരികൾക്ക് ഇത്തവണ കൂടുതൽ സൗകര്യമാകും. വൈകാതെ ആമ്പൽ ഫെസ്റ്റിനും പഞ്ചായത്ത് തുടക്കമിടും. 200ഓളം വള്ളങ്ങളാണ് ഇത്തവണ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 3.5 കോടി രൂപയോളം ഈ ഗ്രാമീണ ടൂറിസം കേന്ദ്രത്തിന് വരുമാനം ലഭിച്ചിരുന്നു. എന്തായാലും മലരിക്കൽ ഒരുങ്ങിക്കഴിഞ്ഞു. നിരവധി പൂക്കളാണ് ഇത്തവണ വളരെ നേരത്തെ തന്നെ പൂത്തിരിക്കുന്നത്. ആമ്പൽ പ്രേമികളൊക്കെ ഓടിയെത്തുക, നല്ല അടിപൊളി പടങ്ങളൊക്കെ എടുത്ത് മടങ്ങുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ 6 മണി മുതൽ 10 മണി വരെ ആയിരിക്കും ഇവിടെ പൂക്കൾ ഉണ്ടാകുക. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.